إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായി തീരുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബകളിലൂടെ ഒരുപാട് മേന്മകളും മഹത്വങ്ങളുമൊക്കെ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസരത്തിലാണല്ലോ നാം ഉള്ളത്. നബിസ്നേഹത്തിന്റെ പേരിൽ പലയിടങ്ങളിലും പള്ളികൾ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുകയും റോഡുകളും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വർണ്ണാഭമായ ലൈറ്റുകളിലൂടെയും അതുപോലെ റാലികളും സംഗീതമേളകളും ദഫും DJ പാർട്ടികളും എല്ലാം അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. അതോടൊപ്പം അവിടുത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന പേരിൽ മദ്ഹ് പറയുകയാണ് ഞങ്ങൾ മുത്തുനബിയുടെ എന്ന പേരിൽ മൗലിദ് പാരായണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ സഹോദരങ്ങളെ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗങ്ങളല്ല എന്ന് ഗുണകാംക്ഷയോടുകൂടി പറയുന്നവരെ നോക്കി നിങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാത്തവരാണെന്നും നിങ്ങൾക്ക് നബിയോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അവിടുത്തെ മദ്ഹ് പറയുന്നതിന് നിങ്ങൾക്ക് ഇത്ര വിരോധമെന്നും അവിടുത്തെ നിങ്ങൾ ഭത്സിക്കുന്നവരാണ്, പുച്ഛിക്കുന്നവരാണ്, വില കുറഞ്ഞ് കാണിക്കുന്നവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനോടൊക്കെ താൽപര്യമില്ലായ്മ എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം ഒരു മുസ്ലിം ആയിത്തീരണമെങ്കിൽ തന്നെ അതിനുള്ള പ്രഥമ കണ്ടീഷനാണ് പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനെയും ആ അല്ലാഹു നിയോഗിച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സ്നേഹിക്കണം എന്നുള്ളത്. വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ സ്വീകരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ച് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറഞ്ഞത് അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും എന്നാണ്. പ്രവാചകൻ ഔലാ ബിൽ മുഅ്മിനീന സത്യവിശ്വാസികൾക്ക് ഏറെ കടപ്പെട്ടയാളാണ്, മിൻ അൻഫുസിഹിം സ്വദേഹങ്ങളെക്കാൾ, നമ്മുടെ ശരീരത്തെക്കാൾ നമുക്ക് ഏറ്റവും കടമ നമ്മുടെ മുത്തു നബിയോടാണ്. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞാൻ എന്റെ നബിയെ സ്നേഹിക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. വ അസ്വാജുഹു ഉമ്മഹാതുഹും, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ ഉമ്മഹാത്തുഹും മുഅ്മിനീങ്ങളുടെ ഉമ്മമാരുമാണ്. നമ്മുടെ ഉമ്മമാരുടെ സ്ഥാനമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള, ഖദീജ റളിയല്ലാഹു അൻഹ അടക്കമുള്ള അവിടുത്തെ എല്ലാ ഭാര്യമാരെയും വളരെ ആദരവോടുകൂടി ഒരു ഉമ്മയുടെ സ്ഥാനം നൽകിക്കൊണ്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ വിശ്വാസികളായിത്തീരണമെങ്കിൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വൽദിഹി വന്നാസി അജ്മഈൻ എന്നാണ്. ആശയം ഞാൻ ചുരുക്കി പറയാം. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനാവില്ല, യഥാർത്ഥ വിശ്വാസിയായി തീരില്ല നിങ്ങളിൽ ഒരാളും. ഏതുവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രവാചകനായ എന്നോടായിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയം. ആരേക്കാൾ? മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ എന്ന് വേണ്ട, ലോകത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെ ആയിത്തീരുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയായി തീരുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സഹോദരങ്ങളെ, ഇനി എന്താ ഈ ഒരു വിഷയത്തിൽ തർക്കമില്ല എന്ന് വളരെ ക്ലിയർ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാത്തവൻ മുസ്ലിമാവില്ല, അത് നിർബന്ധമാണ്. ഞാൻ അല്ലാഹു പറഞ്ഞത് കേൾക്കും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതൊന്നും എനിക്ക് ബാധകല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ആ സെക്കൻഡിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ മുർത്തദ്ദാണ്, അവൻ ഇസ്ലാമിന്റെ എല്ലാ രൂപത്തിലും അവൻ പുറത്തുപോയി, കാഫിറായി പോയി. എല്ലാവരേക്കാളും സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിന് ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി സൂറത്തു തൗബയിലൂടെ എണ്ണി ചില കാര്യങ്ങൾ പറഞ്ഞു. എത്രത്തോളം നമുക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടാകണം, ആ അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി അല്ലാഹുവുമായി ബന്ധപ്പെട്ട എന്തിനോടും സ്നേഹം, അല്ലാഹു അയച്ച റസൂലിനോട് സ്നേഹം, അല്ലാഹു ഇറക്കി തന്ന വേദഗ്രന്ഥമായ ഖുർആനിനോട് സ്നേഹം, അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൽ വല്ലാത്തൊരു ആവേശം, അവിടുന്ന് വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ വല്ലാത്തൊരു താല്പര്യം ഒക്കെ റബ്ബിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. ആ അല്ലാഹു നമ്മോട് പറയാണ്, നിങ്ങൾക്ക് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുമൊക്കെ നിങ്ങൾക്ക് സ്നേഹം എന്റെ ശരീരം കഴിച്ചിട്ടേ എനിക്ക് സ്നേഹമുള്ളൂ, എനിക്കെന്റെ വാപ്പയും ഉമ്മയും പറയുന്നത് കഴിച്ചിട്ടേ ഞാൻ ഇസ്ലാം സ്വീകരിക്കൂ, എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അവരെ കഴിച്ചിട്ടേ എനിക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളുള്ളൂ, എന്റെ അയൽക്കാര്, നാട്ടുകാര്, ജ്യേഷ്ഠാനുജന്മാര്, ബന്ധുമിത്രാദികള് അവരെയൊക്കെ കഴിച്ചേ എനിക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളുള്ളൂ, ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു കോട്ടം തട്ടുന്ന വിധത്തിലുള്ള ഇസ്ലാം എനിക്ക് വേണ്ട, അതൊക്കെ എനിക്ക് ഇസ്ലാമികമായ കാര്യങ്ങളെക്കാൾ പ്രിയപ്പെട്ടതാണ്. ഇതൊക്കെയാണോ നമ്മുടെ മാനസിക നിലവാരമെങ്കിൽ സഹോദരങ്ങളെ, റബ്ബ് സൂറത്ത് തൗബയിലൂടെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും മനസ്സിലാക്കണം. ഖുൽ, പ്രവാചകരെ പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലാഹുവിന്റെ റസൂലിനോട് കൽപ്പിക്കുകയാണ്, മുഹമ്മദ് നബിയെ പറഞ്ഞു കൊടുക്കൂ ജനങ്ങളോട്. എന്ത്? ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിൽ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കളാണെങ്കിൽ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരാണെങ്കിൽ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളാണെങ്കിൽ, വ അശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുമിത്രാദികളാണെങ്കിൽ,
വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ സമ്പത്തുമാണെങ്കിൽ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വരുമോ എന്ന് പേടിച്ച് വളരെ ജാഗ്രതയോടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളുടെ ബിസിനസ്സുകളുമാണ് നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ, വമസാകിനു തർദൗനഹാ, നിങ്ങളേറെ കൃത്യമായ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ തൃപ്തിപ്പെട്ട് നിങ്ങൾ പണി കഴിപ്പിച്ച് നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീടുകളും, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ, ആരേക്കാൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ, വജിഹാദിൻ ഫീ സബീലിഹി, ആ മാർഗത്തിൽ നിങ്ങൾ ത്യാഗം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ എണ്ണിപ്പറഞ്ഞ 5 കാര്യങ്ങളോടാണെങ്കിൽ, അല്ലാഹു നമ്മളോട് ഗൗരവത്തോടെ താക്കീത് നൽകുകയാണ്. ഫതറബ്ബസൂ, നിങ്ങൾ റബ്ബിന്റെ ശിക്ഷയെ കാത്തിരുന്നുകൊള്ളൂ. ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവന്റെ ശിക്ഷയുമായി നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ. ഇത് സൂറത്ത് തൗബയിലുള്ളതാണ്. ഇന്ന് ഏത് ഭാഷയിലാ സഹോദരങ്ങളെ ട്രാൻസ്ലേഷൻ കിട്ടാത്തത്? നിങ്ങൾക്ക് ആർക്കും പരിശോധിച്ചു നോക്കാം. സൂറത്ത് തൗബ അല്ലാഹ് കൃത്യമായിട്ട് പറയാണ്. എന്താണ് ഇപ്പൊ ഇതിലൂടെ അല്ലാഹു തആല പറയുന്നത്? നമുക്ക് എന്തിനേക്കാളും ആദ്യം പറഞ്ഞു വെച്ചു, വിശ്വാസികൾക്ക് സ്വന്തം ദേഹങ്ങളെക്കാൾ പ്രിയപ്പെട്ടവരാണ് മുത്തുനബി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കള്, മക്കള്, ലോകത്തുള്ള എല്ലാവരേക്കാളും എന്ന് പറഞ്ഞു. സൂറത്ത് തൗബയിലൂടെ എണ്ണി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് സ്നേഹം ആരോട് വേണം? അള്ളാഹിനോട് വേണം, അള്ളാഹിന്റെ റസൂലിനോട് വേണം. എങ്ങനെയാണ് സഹോദര സഹോദരി നമ്മുടെ സ്നേഹം അപ്രകാരമായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവുമല്ലോ. ഞാൻ ആ രൂപത്തിൽ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും മഹബത്ത് സ്നേഹമുള്ളയാളാണോ എന്ന് പരിശോധിക്കാൻ പറയുന്ന എനിക്കും ശ്രവിക്കുന്ന എന്റെ ഓരോ സഹോദരീ സഹോദരനും അവരവർക്ക് പരിശോധിക്കാവുന്ന ഒരു മാർഗമുണ്ട്. അത് വളരെ ലളിതമായ മാർഗമാണ്. എന്താണ് ആ മാർഗം? എനിക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടുമാണോ സ്നേഹം? ഒരു വിഷയം വരുമ്പോൾ ശരിക്ക് ശ്രദ്ധിക്കുക. എന്റെ മുമ്പിലൊരു പ്രശ്നം വരെയാണ്. ആ പ്രശ്നം എന്തുമാവട്ടെ, ആ പ്രശ്നത്തിൽ അള്ളാഹു അവന്റെ ഖുർആനിൽ ആ കാര്യം അരുതെന്നാണ് പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ ആ വിഷയത്തെ സംബന്ധിച്ച് അരുതെന്നാണ് പറയുന്നത്. അതൊന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് ഹറാമെന്ന് പറഞ്ഞിരിക്കാം, അതല്ലെങ്കിൽ അന്നില്ലാത്ത വല്ല വിഷയങ്ങളും ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായതാണെങ്കിൽ അത് ഇതിനോട് താരതമ്യപ്പെടുത്തിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അത് ഹറാമാണെന്ന് മനസ്സിലാക്കപ്പെടാവുന്ന വിഷയമായിരിക്കാം. രണ്ടായിരുന്നാലും ഇസ്ലാമിൽ അനുവദിക്കപ്പെടാത്തൊരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും സങ്കല്പിക്കും. ആ ഘട്ടത്തിൽ എന്റെ മനസ്സ് അവിടെ പരീക്ഷിക്കപ്പെടുകയാണ്. എന്റെ മനസ്സ് എനിക്ക് ആ കാര്യത്തോട് താല്പര്യമുണ്ട്. എന്റെ മനസ്സിന്റെ ദേഹത്തിന്റെ താല്പര്യം എന്താണ്? ആ കാര്യം ചെയ്യണം എന്നാണ്. എന്റെ ബാപ്പ പറയുന്നത് അതാണ്, അത് ചെയ്യണം എന്നാണ്. എന്റെ ഉമ്മാക്കതാ ഇഷ്ടം, അത് ചെയ്യണം എന്നാ പറയുന്നത്. അള്ളാഹ് പറഞ്ഞതിനെതിരാണ് എന്റെ ബാപ്പന്റെ ഇഷ്ടം, അള്ളാഹ് പറഞ്ഞതിനെതിരാണ് എന്റെ ഉമ്മാടെ ഇഷ്ടം, അള്ളാഹ് പഠിപ്പിച്ചതിനെതിരാണ് എന്റെ സഹോദരങ്ങളുടെ ഇഷ്ടം, അള്ളാഹ് പഠിപ്പിച്ചതിനെതിരാണ് എന്റെ ഭർത്താവിന്റെ ഇഷ്ടം, അള്ളാഹ് പഠിപ്പിച്ചതിനെതിരാണ് എന്റെ മക്കളുടെ ഇഷ്ടം, അള്ളാഹ് പഠിപ്പിച്ചതിനെതിരാണ് എന്റെ കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും ഇഷ്ടം. അള്ളാഹ് പഠിപ്പിച്ച രൂപത്തിൽ ഞാൻ ജീവിച്ചാൽ എന്റെ കച്ചവടത്തിന് നഷ്ടം വരും, എന്റെ പല കാര്യങ്ങളും പൊളിഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ നമ്മൾ വല്ലാതെ പരീക്ഷിക്കപ്പെടുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഒരു ഭാഗത്ത് അള്ളാഹും അള്ളാന്റെ റസൂലും പഠിപ്പിച്ച നിയമം, ഒരു ഭാഗത്ത് ഈ ലോകത്തുള്ള എന്റെ ഇഷ്ടമടക്കം എന്റെ കുടുംബങ്ങള്, ബന്ധുക്കള്, മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ വേറൊരു വശത്ത്. ഏതെങ്കിലും ഒന്ന് ഞാൻ സെലക്ട് ചെയ്തേ പറ്റൂ. അവിടെയാണ് എന്റെയും നിങ്ങളുടെയും ഈമാൻ പരിശോധിക്കപ്പെടുന്നത്. ഞാൻ ഏത് സെലക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ച്, നിങ്ങൾ ഏത് സെലക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ ഈമാനിന്റെ ഗ്രാഫ് കൃത്യമായി നമുക്ക് രേഖപ്പെടുത്താം. ആ വിഷയത്തിൽ ആർക്കെതിരാണെങ്കിലും ഞാൻ എന്റെ റബ്ബിനെ വെറുപ്പിച്ച് ചെയ്യില്ല, അള്ളാഹുവിന്റെ റസൂലിന് വെറുപ്പുള്ളൊരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന തീരുമാനം ഞാൻ എടുക്കുന്നുവോ എനിക്ക് ഈമാനുണ്ട്. അതല്ല
ഖുർആനിലും ഹദീസിലും ഒക്കെ പാടെ അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ എന്റെ ബാപ്പ സമ്മതിക്കൂല, എന്റെ ഉമ്മ അത് ഇഷ്ടപ്പെടൂല, എന്റെ ഭാര്യ തീരെ അവൾക്ക് താല്പര്യമില്ല, എന്റെ ഭർത്താവ് എന്റെ ഇക്ക തീരെ അതിനോട് യോജിക്കാത്ത ആളാണ്, എന്റെ ജ്യേഷ്ഠാനുജന്മാര്, ആങ്ങളമാര്, പെങ്ങന്മാര്, മൂത്തമ്മമാര്, ഇളയമ്മമാര്, അമ്മായിമാര്, ബന്ധപ്പെട്ട പല ആളുകളും അവർക്കൊക്കെ അതിനോടാ താല്പര്യം. ഇത് കാര്യം ചെയ്യണം എന്നാ താല്പര്യം. ഏത് ഖുർആൻ പറഞ്ഞത് പാടില്ല, ഹദീസിൽ പറഞ്ഞത് പാടില്ല, എന്നിട്ടും നമ്മൾ ഇവരുടെ ഇഷ്ടമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അള്ളാഹു പറയുന്നു ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹു അവന്റെ കടുത്ത ശിക്ഷ നിങ്ങളിലേക്ക് ഇറക്കുന്നത് കാത്തിരുന്നുകൊള്ളൂ. ഇത് പാവപ്പെട്ട എന്റെ താക്കീതല്ല, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ താക്കീതല്ല. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് ശുദ്ധമായ ഓക്സിജനും വെള്ളവും നൽകി ഒരു ഫീസും വാങ്ങാതെ ഇതുവരെ ഏറ്റവും നല്ല നിലക്ക് നമ്മെ പരിപാലിക്കുന്ന റബ്ബാണ് പറയുന്നത്. നിങ്ങൾക്ക് അവരൊക്കെയാണോ എന്നേക്കാളും ഞാൻ അയച്ച എന്റെ ദൂതനേക്കാളും ഇഷ്ടമെങ്കിൽ എന്റെ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക. അത് തെമ്മാടികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് അവർ നേരായ വഴിയിലല്ല എന്ന് ചേർത്ത് പറയുന്നുണ്ട്. ആ സൂക്തത്തിന്റെ അവസാന ഭാഗത്ത് സഹോദരങ്ങളെ ചിന്തിക്കൂ, നമ്മൾ ആലോചിക്കും. ഞാനും നിങ്ങളും ഇങ്ങനെ ഒരു വിഷയം വന്നാൽ, വിഷയം ഏതെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കും? ഏത് പക്ഷത്ത് നിൽക്കും? വല്ലാത്തൊരു മനസ്സ് അങ്കലാപ്പിലാകുന്ന, മനസ്സ് വല്ലാതെ സംഘർഷത്തിലാകുന്ന ഒരു നേരമാണത്. നമ്മൾ ഏതിന്റെ പക്ഷത്ത് നിൽക്കും? അള്ളാന്റെ ഈ റസൂലിന്റെ ഈ പക്ഷത്ത് നിന്ന് നാട്ടുകാരും കുടുംബങ്ങളും ബാപ്പിയും എല്ലാവരും വെറുക്കും. കുടുംബത്തിന്റെ പക്ഷത്ത് നിന്ന് അള്ള വെറുക്കും. ഏതാ വേണ്ടത്? മരണപ്പെടുമ്പോ നമ്മുടെ കൂടെ നമ്മൾ ആരുടെയൊക്കെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചോ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഖബറിൽ കിടക്കൂല. ഏറെ സ്നേഹിച്ച് കിടപ്പറ പങ്കിട്ട ഭർത്താവ് കൂടെ കിടക്കൂല, ഭാര്യ കൂടെയില്ല. പല തെറ്റുകൾക്കും പ്രോത്സാഹനം നൽകിയ ഗാങ്ങുകളും കൂട്ടുകാരും കുടുംബങ്ങളും വെളാപ്പമൂത്താപ്പമാരും അയൽക്കാരും നാട്ടുകാരും ആരെയും കാണാനില്ല. എല്ലാവരും ഒരു പിടി മണ്ണ് വാരിയിട്ട് അവർ തിരിച്ചു പോന്നിരിക്കുന്നു. നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ഏത് തെരഞ്ഞെടുക്കണം? എത്ര സ്നേഹമുള്ള മക്കളും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും ഖബറിൽ ഞാൻ ഇവിടെ കുറെ നേരം ഇരിക്കട്ടെ, ഒരു ദിവസം ഇവിടെ കഴിയട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാനും പോവാ പറയൂല. നമ്മൾ ഒറ്റക്കാണ്. അവിടെയാണ് പരീക്ഷണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള എന്തിനേക്കാളും എല്ലാവരെക്കാളും എന്നോട് മഹബ്ബത്തുള്ളവരായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ എന്നോട് ചോദിക്കുക, ഞാൻ ഇതിൽ ഏത് പക്ഷക്കാരനാണ്? നിങ്ങളിൽ ഓരോരുത്തരും ആലോചിക്കുക, റബ്ബേ ഞാനിതിൽ ഏത് പക്ഷക്കാരനാണ്? നേരിന്റെ പക്ഷത്ത് നിൽക്കുമോ അതോ കുടുംബപക്ഷത്ത് നിൽക്കുമോ? നിങ്ങൾ ആലോചിക്കുക, ഞാൻ ആലോചിക്കുക. കാരണം എന്റെയും നിങ്ങളുടെയും കാര്യങ്ങൾ തീരുമാനിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ പോയിട്ടാണ് കണക്ക് പറയേണ്ടത്. നമുക്ക് സാധിക്കുമോ ഞാൻ നേരിന്റെ പക്ഷത്ത് നിൽക്കുമെന്ന് പറയാൻ? സന്തോഷിച്ചോളൂ, അതിനെ പരിപോഷിപ്പിച്ചോളൂ, അൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ, അങ്ങനെ തന്നെ മരണം വരെ നിലനിർത്തണേന്ന് ദുആ ചെയ്തോളൂ. അതേ അവസരത്തിൽ കഴിഞ്ഞുപോയതും ഇനിയും ഇപ്പോഴും എനിക്ക് ധൈര്യമില്ല, നോ പറയേണ്ടിടത്ത് നോ പറയാൻ എനിക്ക് ധൈര്യമില്ല, എനിക്ക് ഇവരൊക്കെ കൂടെ നിന്നാലേ പറ്റുള്ളൂ എന്നാണോ? അല്ലാഹു പറയുന്നു, ഫതറബ്ബസൂ, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ, ശിക്ഷ വരുന്നത് കാത്തിരുന്നുകൊള്ളൂ. ശിക്ഷ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലൊന്നും ആയിക്കൊള്ളണമെന്നില്ല. പല വിധത്തിലും വരും, പല വിധത്തിലും സംഭവിക്കും. അതുകൊണ്ട് ഭയപ്പെടുക. ആ ഫാസിഖീങ്ങളിൽ, ആ തെമ്മാടികളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾക്ക് വിട്ടുതരുന്നു, ഓപ്ഷൻ തരുന്നു, തീരുമാനം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുക, മറുപടി ആരോടും പറയേണ്ട. ഞാനിതിൽ എവിടെ നിൽക്കുന്നു? എന്നിട്ട് ഈമാനിന്റെ ഗ്രാഫ് കുത്തനെ ഉയർന്നിട്ടുണ്ടോ താഴെയാണോ എന്ന് പരിശോധിക്കണം. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അവിടുത്തേക്ക് വേണ്ടി അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാണ് സ്വലാത്ത്.
നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി അല്ലെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ അല്ലാഹുവേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നീ രക്ഷയും ഗുണവും പ്രദാനം ചെയ്യണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണെന്ത് സ്വലാത്ത്. അത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. കാരണം ഒരു തവണ സ്വലാത്തിനെ ചോദിച്ചാൽ 10 കൂലിയാണ് അല്ലാഹു നമുക്ക് ഓഫർ ചെയ്യുന്നത്. അത്രയും വലിയ പുണ്യകർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. മൂന്നാമതായി സഹോദരങ്ങളെ, അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അവിടുത്തെ നമ്മൾ എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കണം. അവിടുത്തെക്കുറിച്ച് ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയാ, അവിടുത്തെക്കുറിച്ചുള്ള സ്നേഹം, എന്തിനും ഏതിനും എനിക്കെന്റെ മോഡൽ അവിടുന്നാണ് എന്നിങ്ങനെ അവിടുത്തെക്കുറിച്ചുള്ള പ്രശംസകൾ പറയാ. അവിടുത്തെ ആരെങ്കിലും പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഏറ്റവും നല്ല ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന വിധത്തിൽ ഏതെങ്കിലും ശക്തികൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടി പറയലും ശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നയാളല്ല ഞങ്ങളുടെ മുത്തുനബി, മറിച്ച് മുത്തുനബി ഇങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. അത് നമുക്ക് അവിടുത്തോടുള്ള മഹബ്ബത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. അതേ അവസരത്തിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അവിടുത്തെക്കുറിച്ച് പ്രശംസകൾ പറയുമ്പോൾ, അവിടുത്തെക്കുറിച്ച് മദ്ഹ് പറയുമ്പോൾ ഉള്ളതേ പറയാവൂ, ഇല്ലാത്തത് പറയാൻ പാടില്ല. അത് ലോജിക്കലി യുക്തിപരമായി തന്നെ നോക്കിയാൽ അങ്ങനെ തന്നെയല്ലേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കട്ടെ, ആ ഉന്നതമായ വ്യക്തിത്വത്തിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മളൊന്ന് സ്വയം ചിന്തിക്ക്. എന്നെക്കുറിച്ച് ഞാൻ പറയാത്ത ഒന്ന് അങ്ങാടിയിൽ കൂടി നടന്ന് അല്ലെങ്കിൽ മൈക്ക് കെട്ടി ഒരാൾ പറഞ്ഞാൽ എന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്നങ്ങനെ പറയാം. ഞാനൊരു തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടോ? നിങ്ങൾ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറയാം, വിടുവോ നമ്മളാളെ? നമുക്ക് എന്തുമാത്രം വിഷമമുണ്ടാകും. നമ്മൾ പറയില്ലേ, എന്റെ മലക്കുകൾ പോലും അറിഞ്ഞിട്ടില്ല, എന്നിട്ട് എന്റെ പേരിലാണ് ആ പറഞ്ഞു നടക്കുന്നത് എന്ന് നമ്മളോട് ഒരു സാധാരണക്കാരായ നമ്മൾ. അതേ അവസരത്തിൽ ലോകം കണ്ട മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അവിടുത്തെ മദ്ഹ് പറയുകയാണെന്ന പേരിൽ മൗലിദ് എന്ന് പറയുന്ന ചില കിതാബുകൾ നിവർത്തിവെച്ച് അതിലൂടെ പറയുന്നത് മുഴുവനും, അതിലെ ബഹുഭൂരിഭാഗം കാര്യങ്ങളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുക്കുന്ന കാര്യങ്ങളാണ്. കാരണം അവിടുന്ന് പറയാത്തത് അവിടുത്തെ പേരിൽ പറയുന്നത്. അള്ളാന്റെ റസൂലിനെ പ്രശംസിക്കണമെന്ന പേര്, പക്ഷെ പറയുന്നത് മുഴുവൻ നബി തങ്ങളുടെ പേരിലുള്ള കെട്ടുകഥകളും കള്ളത്തരങ്ങളുമാണ്. നബി പറയാത്ത കാര്യങ്ങൾ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടാണ് പറയും. എന്താ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ? അള്ളാന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ആമുഖത്തോടുകൂടി ചില വരികളാണ് പറയും. അത് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടേയില്ല. എത്ര ഗൗരവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ആരെങ്കിലും ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് എന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ നരകത്തിലെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്നാണ്. അങ്ങനത്തെ കാര്യമാണ് മൗലിദുകളിൽ. എത്ര സാമ്പിളുകൾ പറയാൻ, ധാരാളം നമുക്ക് പറയാൻ കഴിയും. ഇന്ന് മൗലിദുകളിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകളുടെ ഉദാഹരണങ്ങൾ എമ്പാടും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഒരു ഖുതുബയിൽ നമുക്കതിന് പരിധികളുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണം, അന്വേഷിക്കണം, പഠിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ കെട്ടുകഥകളും കള്ളക്കഥകളും ഒരിക്കലും മദ്ഹ് എന്ന പേരിൽ പറയാൻ പാടില്ല. അവിടുത്തെ പേരിൽ പറയുന്നത് മുഴുവനും സത്യമായത് തന്നെ, പറഞ്ഞാൽ തീരാത്തത്ര മുത്തുനബിയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. പിന്നെന്തിനാ അവിടുത്തെ കുറിച്ച് നമ്മൾ കള്ളം പറയുന്നത്? ഇനി മാത്രമല്ല, ഈ സ്നേഹവും ഈ സ്വലാത്ത് ചൊല്ലലും ഈ മദ്ഹ് പറയലും അവിടുത്തോടുള്ള ബഹുമാനവും എന്തിനേക്കാളും എല്ലാവരേക്കാളും അവിടുത്തോടുള്ള സ്നേഹവുമൊക്കെ ഏതെങ്കിലും ഒരു മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലാണോ വേണ്ടത്? അല്ല. മുസ്ലിം ജീവിച്ചിരിക്കുന്ന അവന്റെ അവസാന ശ്വാസം നിലക്കുന്നത് വരെ ഈ മഹബത്ത് വേണം. എല്ലാ കാലത്തും വേണം, ഒരു മാസത്തിലല്ല. നബി ജനിച്ച റബീഉൽ അവ്വലിൽ പ്രത്യേക ഒരു സ്നേഹം, അത് 12-ന് പ്രത്യേക ഒരു സ്നേഹം ആരും പഠിപ്പിച്ചിട്ടില്ല. മുസ്ലിമീങ്ങൾക്ക് 2 ആഘോഷമല്ലേ ഉള്ളത്. ആ 2 ആഘോഷത്തിന്റെയും കൃത്യ ഡേറ്റ് എല്ലാവർക്കും അറിയാം. ചെറിയ പെരുന്നാള് ശവ്വാൽ 1, ബലിപെരുന്നാള് ദുൽഹിജ്ജ 10, 11, 12, 13 4 ദിവസം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനത്തെക്കുറിച്ച് ചില സഹോദരങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് എന്താ? നബിദിനാഘോഷം എന്ന് പറയുന്നത് 2 പെരുന്നാളുകളേക്കാൾ വലിയ ആഘോഷമാണ് നാം പറയുന്നത്.
എങ്കിൽ അതിനൊരു പ്രത്യേക ഡേറ്റ് വേണ്ടേ? എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നുള്ളതിൽ തർക്കം തീർന്നിട്ടില്ല. റബീഉൽ അവ്വലിൽ പോലുമല്ല എന്നാണ് പ്രഗൽഭര് പറയുന്നത്. റബീഉൽ അവ്വലിൽ പോലുമല്ല നബിയുടെ ജനന ദിവസം എന്നാണ് പ്രഗൽഭര് പോലും പറയുന്നത്. ആരാ പ്രഗൽഭൻ? മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കുറിച്ച് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് അവിടെ ഉദ്ധരിച്ചത് എന്താണ് അഭിപ്രായം? അദ്ദേഹം പറഞ്ഞതെന്താ? മുഹറം 10-നാണ്. മുഹറം 10-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം എന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നത്. ആരാ മുഹയ്യിദ്ദീൻ ശൈഖ്? അള്ളാഹ് പറഞ്ഞതല്ലാതെ അദ്ദേഹം പറയൂല എന്നാണ് നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നത് മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച്. അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹ് കേൾക്കും പോലെ എല്ലാം കേൾക്കും. അള്ളാഹുവിന്റെ അറിവൊക്കെ എനിക്കുണ്ട്, ഞാൻ എന്ത് പറയുന്നുണ്ടെങ്കിലും അള്ളാഹ് പറയാതെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളാണ് നമ്മുടെ സമുദായത്തിന്റെ വീക്ഷണത്തിൽ ആര്? ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ആ വ്യക്തിത്വത്തിന്റെ ഗ്രന്ഥത്തിലാണ് എഴുതുന്നത് നബി ജന്മദിനം എന്നാണ്, മുഹറം 10-നാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് തെറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് തെറ്റി. അദ്ദേഹത്തിന് തെറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പ്രശ്നം വരുന്നുണ്ട്. അള്ളാന്റെ എല്ലാ അറിവും എനിക്കുണ്ട് എന്ന് പറഞ്ഞ ആളാണ്, അള്ളാഹ് പറയാതെ ഞാനൊന്നും പറയൂല എന്ന് പറഞ്ഞ ആളുമാണ്. എന്താ പ്രശ്നത്തിന്റെ പരിഹാരം? അത് പ്രചരിപ്പിക്കുന്ന ആളുകളിലേക്ക് വിട്ടുകൊടുക്കുക. ചിന്തിക്കണം സഹോദരൻ, എന്തേ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ? അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആഘോഷ ദിവസമാണെന്നെങ്കിൽ അത് ഇസ്ലാമികമായി കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് തരുമില്ലേ? അതുകൊണ്ട് ആ നിലക്കുള്ള കാര്യങ്ങൾ മുത്തുമുസ്തഫയോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട് മറിച്ചാണെന്ന് പറയുന്നവരെ നോക്കി നിങ്ങൾ പ്രവാചക വിരോധികളാണെന്നോ, നിങ്ങൾ പഴച്ചവരാണെന്നോ, പുത്തൻവാദികളാണെന്നോ, അവിടുത്തെ നിങ്ങൾക്ക് പ്രിയമില്ലാത്തത് കൊണ്ടാണെന്നോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചുവെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ എന്ന നിലക്കാണ് ഈ കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സത്യത്തെ സത്യമായി തന്നെ മനസ്സിലാക്കി അതിനെ പിൻപറ്റി ജീവിക്കുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചക സ്നേഹത്തിന്റെ സവിശേഷതകൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിലാർക്കും തർക്കമില്ല, അത് നിർബന്ധമാണ്. പക്ഷേ അതിന്റെ വശങ്ങൾ നമ്മൾ ഗ്രഹിക്കാതെ തെറ്റിദ്ധരിക്കരുത് എന്ന നിലക്കാണ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അതോട് ചേർത്തുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓരോ മതത്തിന്റെ ആളുകൾക്കും ഓരോ ആഘോഷങ്ങളുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, മുസ്ലിമീങ്ങൾക്ക് 2 ആഘോഷ ദിവസങ്ങളേ ഉള്ളൂ. ഒന്ന് ഈദുൽ ഫിത്റാണ്, മറ്റൊന്ന് ഈദുൽ അദ്ഹയാണ്. ഈ 2 ആഘോഷങ്ങൾക്കും അതിന്റേതായ മര്യാദകളും അത് ആഘോഷിക്കേണ്ട രീതികളുമൊക്കെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറമുള്ള ആഘോഷങ്ങൾ മറ്റു മതവിഭാഗങ്ങളിൽ പലർക്കുമുണ്ട്. പല മതങ്ങൾക്കും പല ആഘോഷങ്ങളുണ്ട്. അത് ക്രൈസ്തവർക്കുണ്ട്, ഹൈന്ദവർക്കുണ്ട്, പല ആളുകൾക്കുമുണ്ട്. അവരുടേതായ ആചാരങ്ങളുണ്ട്, അവരുടേതായ ആഘോഷങ്ങളുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്. അതൊക്കെ ഈ ലോകത്ത് ഓരോരുത്തരും അവരവരുടേതായ ആഘോഷങ്ങളും രീതികളുമൊക്കെ കൊണ്ടാടുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ചില ആഘോഷങ്ങൾ തെറ്റായിരുന്നു, ചില ആഘോഷങ്ങൾ ശരിയാണ്. പക്ഷെ തെറ്റും ശരിയും വേർതിരിച്ചിട്ട് അതിന് പ്രതിഫലം നൽകുന്ന ലോകം ഇവിടെയല്ലല്ലോ, അത് മരണാനന്തരമാണ്. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ ആളുകളും വ്യത്യസ്ത ആളുകളുണ്ടാകും. അവരൊക്കെ അവരുടേതായ ആഘോഷങ്ങൾ ആഘോഷിക്കട്ടെ.
എന്നാൽ സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ അവരുടേതായ ഇസ്സത്ത് നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സൗഹാർദ്ദമുള്ള വ്യക്തിയായി തീരണമെങ്കിൽ ഞാൻ അവരുടെ ആഘോഷങ്ങളെ ഞാനും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാലേ പറ്റൂ എന്ന ഒരു ധാരണ, പ്രിയമുള്ളവരെ, അത് വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഓരോ മതങ്ങളും അവരുടെ ആഘോഷങ്ങൾ ആഘോഷിക്കട്ടെ, അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതേ അവസരത്തിൽ സൗഹാർദ്ദമായി തീരണമെങ്കിൽ മറ്റുള്ളവരുടെ ആഘോഷത്തിൽ അത് ഞാനും അവരുടെ ആഘോഷ ദിവസം ഞാനും ആഘോഷിക്കണം, എന്റെ ആഘോഷ ദിവസം അവരും ആഘോഷിക്കണം. അവരെ സൗഹാർദ്ദത്തിന്റെ ആളുകളാവുകയുള്ളൂ, അല്ലാത്തവരൊക്കെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തി അവരുടെ മേൽ ഈ തീവ്രവാദത്തിന്റെ ചാപ്പ കുത്തുന്ന ഏർപ്പാട്, അവരെ സീല് വെച്ച് മാറ്റി നിർത്തുന്ന ഏർപ്പാട്, വിശ്വാസികളെ, അതെത്രത്തോളം ഭൂഷണമാകും നമുക്ക് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. ആരുടെ ആഘോഷങ്ങൾ അവരുടേതായ ആഘോഷങ്ങൾ അവർ ചെയ്യണം, അത് അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. എന്നാൽ അവരുടെ ഒരു ആഘോഷ ദിവസം അവരുടേതായ വസ്ത്രരീതി ഞാനും അണിയുക. എന്റെ വീട്ടിലും അന്ന് ആഘോഷമുണ്ട്, ഞാനും അവരന്ന് ധരിക്കുന്ന വസ്ത്രം ഞാനും അണിയുന്നു, എന്റെ ഭാര്യ അണിയുന്നു, എന്റെ പെൺമക്കൾ അണിയുന്നു, പുരുഷന്മാരണിയുന്നു. അന്നത്തെ പ്രത്യേക ഡ്രസ്സൊക്കെ മറ്റുള്ളവരുടെ ആഘോഷ ദിവസത്തിൻ്റെത് ഞാനും ചെയ്യാണ്. അവരവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ എന്റെ വീട്ടിലും ഞാൻ അതിനോടൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളാണ് എന്ന നിലക്ക് ഞാനും ഉണ്ടാക്കുന്നു. അങ്ങനെ അവരുടെ ആഘോഷം ഞാനും ആഘോഷിക്കുക. ഇനി പെരുന്നാളായാൽ എന്ത് ചെയ്യണം? മറ്റുള്ള മതത്തിന്റെ ആളുകൾ അവരെന്ന് വെള്ള ഡ്രസ്സൊക്കെ എടുത്ത് തൊപ്പിയൊക്കെ ഇട്ട് തലപ്പാവൊക്കെ ധരിച്ച് അതുപോലെ തന്നെ പോത്തിറച്ചിയൊക്കെ ഉണ്ടാക്കി തേങ്ങാച്ചോറുണ്ടാക്കി അല്ലെങ്കിൽ നല്ലൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരും തക്ബീറൊക്കെ ഇങ്ങനെ വിളിക്കണം, അവരും തന്നെ ഒരു ബലിയൊക്കെ അറുക്കണം, അവരും തന്നെ സ്ത്രീകളൊക്കെ അന്ന് പർദ്ദയോ അല്ലെങ്കിൽ തട്ടൊക്കെ ഇട്ടിട്ട് അവരും നടക്കണം. അങ്ങനെ ഒരു രീതി ഉണ്ടോ? ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ തോന്നി എന്നാ പിന്നെ നമുക്കും ചെയ്യാമെന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? ഒന്നുമല്ല. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ഓരോരുത്തർക്കും അവരുടെ രീതികളും ആഘോഷങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട്, അത് അവരവര് ചെയ്യാം. ക്രിസ്ത്യാനികൾ ഡിസംബർ 25 സ്റ്റാർ തൂക്കും യേശുവിന്റെ വരവ് എന്ന് പറഞ്ഞുകൊണ്ട്, അത് അവര് ചെയ്തോട്ടെ. എന്നാൽ എന്റെ വീട്ടിലും വേണം മാർക്കറ്റിൽ നിന്ന് സ്റ്റാർ കിട്ടിയിട്ട് എന്റെ പ്ലാവിന്റെ മുകളിലും എന്റെ ബിൽഡിങ്ങിലും ഞാനൊരു സ്റ്റാർ തൂക്കിയാലേ ഞാനൊരു സൗഹാർദ്ദത്തിന്റെ വക്താവുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഭീകരവാദിയാണെന്ന് തോന്നരുത് എന്ന നിലയ്ക്ക് നമ്മൾ അതിനോട് താരതമ്യപ്പെട്ടുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണോ? സഹോദരങ്ങളെ, ഓരോരുത്തരും അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നതോടൊപ്പം സൗഹാർദ്ദം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദം എന്ന് പേര് പറയുന്നത് ഏതർത്ഥത്തിലേ ശരിയാവുകയുള്ളൂ? മതങ്ങളുടെ ആശയങ്ങളെല്ലാം കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള സൗഹാർദ്ദത്തിന് മതസൗഹാർദ്ദം എന്ന് പറയൂല, അങ്ങനെ നടപ്പില്ല. നേരെ മറിച്ച് വ്യത്യസ്ത മതങ്ങളുടെ അനുയായികളായ ആളുകൾ അവരുടെ മാനുഷിക വിഷയങ്ങളിൽ അവർ സൗഹാർദ്ദത്തിലാണ്. എന്റെ അയൽക്കാരൻ, അയാൾ പട്ടിണി കിടക്കാണ്, അവിടെ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടല്ല, എന്റെ അയൽക്കാരനോട് എനിക്കൊരു മര്യാദ ഉണ്ട്. അയാൾ വിശക്കാൻ പാടില്ല, അയാളെ കുട്ടികൾ ബുദ്ധിമുട്ടാൻ പാടില്ല, അയാളുടെ വീട് ചോർന്നൊലിക്കാൻ പാടില്ല. എന്റെ അയൽക്കാരനാ, അവിടെ മതമൊന്നും നോക്കുന്നില്ല, ഞാൻ എന്റെ മനുഷ്യത്വമാണ് നോക്കുന്നത്. ഒരാൾ വീണ് കിടക്കാണ്, അവൻ കറുത്ത തുണി ഉടുത്തോ കാവി ഉടുത്തോ പച്ചയുടുത്തോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. എങ്ങനെയാണ്? മനുഷ്യനാണ് കിടക്കുന്നത്, ഇതൊരു മനുഷ്യനാണ്. ഇങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പൊതുവായ കാര്യങ്ങളിൽ ഏതൊക്കെ മതക്കാർ വീക്ഷണക്കാർ ആരൊക്കെയുണ്ടോ എല്ലാവരുമായി സൗഹാർദ്ദത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുക. എന്നാൽ ആദർശത്തെ ആർക്കും വേണ്ടി പണയപ്പെടുത്തരുത്. ആരും ആദർശത്തെ മറ്റൊരാൾക്ക് വേണ്ടി എന്ത് ചെയ്യരുത്? ഞാൻ അതിനെ കുഴിച്ചു മൂടരുത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന മാനവ സൗഹാർദ്ദം രാജ്യത്ത് എത്ര കാലമായി നിലനിൽക്കുന്നു? അങ്ങനെ തന്നെ ഇനിയും തുടർന്നൂടെ? അതിലപ്പുറം ഒരു കൂട്ടരുടെ ആഘോഷത്തിന്റെ വേഷം ഞാൻ ധരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഭീകരവാദി, അന്നത്തെ ഭക്ഷണം ഞാനും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഞാനും അങ്ങനെ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ, അതിന്റെ കൂടെ കൂടിയിട്ടില്ലെങ്കിൽ ഞാനൊരു ഭീകരവാദി. അങ്ങനെ എന്തിനാ സഹോദരി നമ്മൾ ചിന്തിക്കുന്നത്? അതുകൊണ്ട് സൗഹാർദ്ദം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കണം. പക്ഷേ അത് മതത്തിന്റെ ആശയങ്ങൾ അങ്ങുമിങ്ങും കൂട്ടിക്കൊടുത്ത് കൂട്ടിക്കുഴച്ചിട്ടുള്ളൊരു അവിയൽ സംസ്കാരമല്ല. ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളിൽ കണിശത പാലിച്ചുകൊണ്ട് തന്നെ സൗഹാർദ്ദത്തിലൂടെ മുന്നോട്ട് പോവുക.
ഇതാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഓരോ വിഷയങ്ങളിലും മുസ്ലിമിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് നമ്മൾ അല്ലാഹുവിനോട് നിരന്തരം കൈകെട്ടി നിന്ന് പറയുന്നുമുണ്ട്. അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ് 5 നേരം പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ, വാക്കുകളിൽ ഒതുങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ അത് നിലനിൽക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അപാകതകൾ വന്നുപോയെങ്കിൽ എല്ലാം പൊറുക്കുന്ന അല്ലാഹുവിനോട് പറയുക. നാടിന്റെ സൗഹാർദ്ദാന്തരീക്ഷം നിലനിൽക്കാൻ പ്രാർത്ഥിക്കുക. വേണ്ടത് ചെയ്യുക, വേണ്ടാത്തതിൽ നിന്ന് വിട്ടുനിൽക്കുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവന്റെ കാവൽ നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ അവൻ പൊറുത്തു തരുമാറാകട്ടെ. പലരും രോഗികളായി ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. അടുത്ത ദിവസങ്ങളിലായി പരിചയമുള്ളവരും അല്ലാത്തവരും ബന്ധുക്കളുമൊക്കെയായി പലരുടെയും പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ജഹന്നമിൽ നിന്ന് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നമ്മയും അവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين.